നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ബിലവഡ് സഭയിലേക്ക്. ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നമേ ദില്ലിയിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ വളരെ ചൂടായിരുന്നു. ഞാൻ ഈ വെളിപ്പാടിൽ ധ്യാനിക്കുകയായിരുന്നു. ഒരു പുത്രൻ, ഒന്നിനെക്കുറിച്ചും ഒന്നും അവരെ ബാധിക്കരുത്, അത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും. ഞാൻ ഇതിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ കാണുവാനിടയായി. എൻ്റെ ബോഡി വളരെയധികം ഡീഹൈഡ്രേറ്റ് ആയിരുന്നു. മറ്റുള്ളവർക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് പോലെ എനിക്ക് സംഭവിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ മറന്നു പോകരുത്, നമ്മൾ ആ സത്യം അറിഞ്ഞു എന്നുള്ളത്. ആ സമയത്ത് ഞാൻ ഏറ്റു പറഞ്ഞു, ലക്ഷണങ്ങളുണ്ടാകാം, പക്ഷെ സത്യം ഇതാണ്, ഞാൻ അവൻ്റെ പുത്രനാണ്. എത്രയധികം ചൂടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പുത്രന്മാരെ അത് ബാധിക്കുകയില്ല. ആ മേഖലയിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ പ്രാണനെ പുതിയതാക്കി. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളും ശ്രമിക്കുന്നത് സത്യം നിങ്ങളുടെ പ്രാണനിലേക്ക് വരുമ്പോൾ ആ സത്യത്തെ പുറത്തു കളയുവാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്നും. ആ സമയത്ത് എൻ്റെയും നിങ്ങളുടെ പ്രവൃത്തി ഇതാണ്, നമ്മൾ ആ വചനത്തിൽ നിന്ന് നിൽക്കണം. എൻ്റെ ചോദ്യം ഇതാണ്, എത്ര പേർ ഇന്ന് വളരെ ഉത്സാഹിക്കപ്പെട്ടിരിക്കുന്നു ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത്? ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനത് ഗ്രൂപ്പിലിട്ടപ്പോൾ ഒരുപാട് പേർ എനിക്ക് എഴുതി ഇതിനെക്കുറിച്ച് അവർ കേൾക്കാൻ ഉത്സാഹിച്ചിരിക്കുകയാണ് എന്ന്. ഇന്നത്തെ ടൈറ്റിൽ നമ്മുടെ യുദ്ധം ചെയ്യാതെ പോരാടുക, ഫൈറ്റ് ബൈ നോട്ട് ഫൈറ്റിംഗ്. ഇതിൽ നമ്മൾ അധികം ആഴത്തിൽ പോകും. നമ്മൾ ഒരുപാട് സത്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കും. ഈ ആഴ്ചയിൽ എനിക്ക് 3 പുത്രന്മാർ മെസ്സേജ് അയച്ചു അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കുന്നുവെന്നും നിങ്ങളുടെ തിരിച്ചറിവിനെ നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതും. ഞാൻ ആരുടെയും പേരെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിൽ ചില പുത്രന്മാർ ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഷെയർ ചെയ്യണമെന്ന്, ആ ജീവൻ എല്ലാവർക്കും ലഭിക്കണമെന്ന്. 3 പുത്രന്മാർ എനിക്ക് എഴുതി. അതിലൊരു പുത്രൻ എനിക്കിങ്ങനെ എഴുതി, അവരുടെ കുടുംബത്തിൽ ഒരാൾ രോഗിയായിരുന്നു. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവരെനിക്ക് മെസ്സേജ് അയച്ചു, പ്രിയ, ഞാൻ എല്ലാ സുവിശേഷങ്ങളും കേൾക്കുന്നു, ഞാൻ ഏറ്റു പറയുന്നു ഞാൻ പുത്രനാണ് എന്നുള്ളതിൽ. അങ്ങനെയുള്ള എല്ലാ ചിന്തകളെയും ഞാൻ ദുഷ്ടനിൽ നിന്നുള്ളത് ഇടിച്ചു കളയുന്നു. ഞാൻ ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് എനിക്ക് ഫോൺ ചെയ്തത്? എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഹൃദയം വളരെ ഭാരപ്പെട്ടിരുന്നു. എല്ലാ സത്യങ്ങളും ഇവിടെ നിങ്ങളുടെ തിരിച്ചറിവിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഇത് ചെയ്യുന്നതിലൂടെയല്ല നമ്മൾക്ക് ലഭിച്ചത്. നമ്മൾ ഇന്ന് ചെയ്താൽ, നമ്മൾ ചെയ്തില്ല എങ്കിൽ ആ തിരിച്ചറിവ് നമ്മളിൽ നിന്ന് എടുത്തു കളയുമെന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വചനം കണ്ണാടിയാണ്. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ നിങ്ങളെ തന്നെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുമോ? എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നോക്കുമ്പോൾ അത് നിങ്ങൾ ആയിരിക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ബോസ് നിങ്ങളോട് ദേഷ്യപ്പെടുന്നു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെടുന്നു. പിന്നെ നിങ്ങൾ വീണ്ടും വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, വീണ്ടും നിങ്ങൾ തിരിച്ചു വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും മാറുന്നതായിട്ട്, അല്ലെ ഒരു മൃഗമായി മാറുന്നു? നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ, നിങ്ങളുടെ ബോസ് നിങ്ങളോട് ദേഷ്യപ്പെട്ടപ്പോൾ, ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങൾ വേറെന്തെങ്കിലുമായി മാറുകയാണോ? നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നിങ്ങൾ എന്തായിരുന്നോ അത് തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത്. വചനം എന്താണ് നിങ്ങളെ കാണിക്കുന്നത്? അത് കാണിക്കുക മാത്രം ചെയ്യുകയാണ്. നിങ്ങൾ ആയിരിക്കുന്നത് എന്താണോ? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ തിരിച്ചറിവ് കാണുമ്പോൾ നമ്മൾ അതിൽ വിശ്രമിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം മാത്രം പറഞ്ഞു, എല്ലാ പ്രവൃത്തികളും നിങ്ങൾ ചെയ്യുന്നത് പുത്രനാകാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടാതിരിക്കുക. എന്തുകൊണ്ടാണ്? വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതാണ്, അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ എന്നാണ് എങ്കിൽ ആ നിമിഷം ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, എൻ്റെയും നിങ്ങളുടെയും ഒരേ ഒരു പിതാവാണ്. ഞാനും നിങ്ങളും പുത്രന്മാരായത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, ഞാനും നിങ്ങളും ഇപ്പോൾ രക്തത്തിലൂടെയുള്ള സന്തതികളാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ഉള്ളത്. ഒരു ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ, ഒരു രാജാവ്, അവനൊരു മകനുണ്ട്. ആ രാജാവിൻ്റെ എല്ലാ അവകാശങ്ങളും ആ രാജകുമാരന് ലഭിക്കും. അതെന്തുകൊണ്ടാണ് ലഭിക്കുന്നതെന്നാൽ അവൻ്റെ രക്തത്തിലൂടെ ജനിച്ചതായതുകൊണ്ട്. അതുപോലെയാണ് എനിക്കും നിങ്ങൾക്കും എല്ലാ അവകാശങ്ങളും ബൈബിളിലുള്ളത് ലഭിക്കുവാനിടയാകും അവൻ്റെ രക്തത്തിൽ വിശ്രമിക്കുന്നതിലൂടെ. ഞാൻ അവരോട് ഇത് മാത്രം ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് വിശ്രമത്തിൽ നിലനിൽക്കാനും ഞാൻ പറഞ്ഞു. രക്തം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മറ്റൊരു പുത്രൻ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു. അവർ പറഞ്ഞു, എല്ലാ സുവിശേഷവും നീതിയെക്കുറിച്ചുള്ളത് അതെല്ലാം ഞാൻ കേൾക്കുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ ഇപ്പോഴും അവർ യുദ്ധം ചെയ്യുന്നുവെന്ന്. നിങ്ങൾക്കറിയാമോ, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഒരു അത്ഭുതകരമായ രീതിയിൽ ഒരു രോഗത്തിൽ നിന്ന് സൗഖ്യം എനിക്ക് ലഭിക്കുവാനിടയായി. എൻ്റെ സാക്ഷ്യം നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും യൂട്യൂബിൽ. പക്ഷേ ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്തില്ല.
എനിക്ക് അനോറക്സിയയും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ആ രോഗത്തിനെതിരായി പറഞ്ഞുമില്ല. ഒരുപാട് മേഖലകളിൽ ഞാൻ കേട്ടു ഏറ്റു പറയുന്നതിനെക്കുറിച്ച്. അതൊരു ചർച്ച് കൾച്ചറായി തീർന്നിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. എനിക്ക് തോന്നിയില്ല അതിലൂടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. എന്തുകൊണ്ടെന്നാൽ നമ്മളിത് മനസ്സിലാക്കുന്നില്ല. ഈ യുദ്ധം അത് മുന്നമേ യുദ്ധം ചെയ്ത് ജയിച്ചതാണ്. അതിലൂടെ ജയിച്ച് പുറത്തു വന്നവരാണ് നമ്മൾ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എനിക്കും നിങ്ങൾക്കും ചെയ്യേണ്ടത് ഇതാണ്: വിശ്രമത്തിൽ നിലനിൽക്കണം. നിങ്ങൾക്കറിയാമോ, എനിക്ക് രോഗമായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും വചനത്തിൽ ഞാൻ അധിഷ്ഠിതമായിരുന്നു. ആ സമയത്ത് യേശു എൻ്റെ സ്വപ്നത്തിൽ വന്നപ്പോൾ ഞാൻ വചനം കണ്ടു. എനിക്കപ്പോൾ മനസ്സിലായി, യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ഇപ്പോൾ ഞാൻ പുത്രനാണ്. അപ്പോൾ ഒരു രോഗത്തിനും എൻ്റെ മേൽ അധികാരമില്ല. ഞാൻ എല്ലാ വസ്തുക്കളും വിശ്വാസത്താൽ ഭക്ഷിക്കുവാൻ തുടങ്ങി. എൻ്റെ വചനം പതിയെ പതിയെ വർദ്ധിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ കണ്ണാടി നോക്കുന്നത് നിർത്തി. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ടല്ല, നമ്മൾ വിശ്വാസത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഈ വചനം വായിച്ചിട്ട് പോലുമില്ലായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെത്താൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ സത്യത്തിൽ എനിക്ക് വിശ്വാസം ഇതായിരുന്നു: ഞാൻ തിരിച്ച് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെത്തിയിരിക്കുന്നു. എനിക്കിത് വിശ്വാസമായിരുന്നു. പിതാവ് എന്നെക്കുറിച്ച് പറയുന്നതെല്ലാം സത്യമാണ്. ഈ രോഗം വ്യാജമാണ്. അതുകൊണ്ട് അത് ശരീരം വിട്ടുപോകുവാനിടയാകും. അതുകൊണ്ട് ഈ വിചാരം എൻ്റെ പ്രാണനിലേക്ക് വന്നുകൊണ്ടിരുന്നു, എൻ്റെ ചിന്തയിൽ വന്നുകൊണ്ടിരുന്നു. ഞാൻ ആ വിചാരങ്ങളെ സ്വീകരിച്ചില്ല. ഞാൻ അതിൻ്റെ പുറകെ ഓടിയില്ല. അതുകൊണ്ട് എല്ലാ ചെയ്യാനുള്ള സ്വഭാവവും തന്നെത്താനാണ് വന്നത്. എന്തുകൊണ്ടെന്നാൽ ആദ്യം ഞാൻ വിശ്വസിച്ചു ഞാൻ തിരിച്ച് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തിൻ്റെയെങ്കിലും വേണ്ടി യുദ്ധം ചെയ്തില്ല, അതിന് വിരോധമായിട്ട് ഏറ്റുപറഞ്ഞില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ യുദ്ധം ചെയ്തത് അവസാനിപ്പിക്കുക. ആ യുദ്ധത്തിന് വേണ്ടി മുന്നമേ യുദ്ധം ചെയ്ത് വിജയാളിയായി നമ്മൾ പുറത്തു വന്നതാണ്. സാത്താനും ഇത് നോക്കി ചിരിക്കും. ഇവർ യുദ്ധം ചെയ്യുകയാണ് നേരത്തെ ജയിച്ച ഒരു യുദ്ധത്തിന് വേണ്ടി. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സത്യത്തിൽ അധികം ആഴത്തിൽ നമ്മൾ ഇറങ്ങും. ഒരാൾ വേറെ എനിക്ക് എഴുതി, പുത്രൻ്റെ പ്രവൃത്തി അത് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ: നിങ്ങൾ വിശ്രമത്തിൽ നിലനിൽക്കുക. വചനം പറയുകയാണ്, നിങ്ങൾ ശ്രമിക്കുക വിശ്രമത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. ഈ വിശ്രമത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ശ്രമം എന്താണ്? അത് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്തതിനെ കുറിച്ചല്ല. അത് നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധവുമായിട്ടുള്ളതാണ്, സ്വർഗീയ പിതാവുമായിട്ടുള്ളതിനെ കുറിച്ചാണ്. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മുകളിൽ ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് ദേഷ്യം വരികയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരോട് തിരിച്ച് ദേഷ്യപ്പെടണമെന്ന്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സമാധാനത്തിൽ കൊണ്ടുവരുന്നു, നിങ്ങൾ ദീർഘക്ഷമയിൽ കൊണ്ടുവരുന്നു. ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ഏറ്റെടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വിശ്രമിക്കാൻ പഠിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പ്രിയ പുത്രൻ്റേതായിട്ടുള്ള സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ, അപ്പോൾ വലിയ കാര്യങ്ങൾ മുന്നമേ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയാകും. വേറൊരു കാര്യം, മൂന്നാമത്തെ പുത്രൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് ഇതാണ്: അവരവരുടെ വീട്ടിൽ ഒരേ ഒരു പുത്രനാണ്. ആ പുത്രൻ്റെ മകൻ, ആ മകനെ അവനോട് കൂടി വീട്ടുകാർ അവരോട് കൂടെ ഇരുത്തും. എന്തെങ്കിലും പൂജയൊക്കെ ഉണ്ടെങ്കിൽ ആ മകൻ, അവൻ്റെ മാതാവും പിതാവും പാപ്പ ആ വിശ്വാസത്തിലാണ്, പക്ഷെ മമ്മി വിശ്വാസത്തിലല്ല. ആ വീട്ടിൽ പൂജ നടക്കാനിരുന്നപ്പോൾ ഒരു ചർച്ചയിൽ നിന്ന് അവനൊരു അറിവ് ലഭിച്ചു. ആ പുത്രൻ ആ പൂജയിൽ ഇരുന്നാൽ മുഴുവൻ ജീവിതത്തിലും ആ ഒരു ശാപം ആ കുഞ്ഞിൻ്റെ മുകളിൽ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പുത്രൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞു: നമുക്ക് നോക്കാം ഈ സാഹചര്യങ്ങളെയെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്ന്. നിങ്ങൾക്കറിയാമോ, ബുദ്ധിയുടെ ശബ്ദം അതിതാണ് കാണിക്കുന്നത്. മുന്നമേ ആ വസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ് തരുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാൻ ആദ്യമായി ഗീതുവിനെ കണ്ടപ്പോൾ എനിക്കതിന് മുന്നമേ അവളെക്കുറിച്ച് സ്വപ്നത്തിൽ പറഞ്ഞിരുന്നു. എന്നോട് ഒരുപാട് കാര്യങ്ങൾ മുന്നമേ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, ഗീതു, ഞാൻ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു, ഇന്ന കാര്യങ്ങൾ കണ്ടു. അവൾ അത്ഭുതപ്പെട്ടു. നിങ്ങൾക്ക് എൻ്റെ കാര്യത്തെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? എന്തുകൊണ്ടത് ഞാൻ അതിനു മുമ്പ് ഒരിക്കലും അവരെ കണ്ടിരുന്നില്ല. അവർ എൻ്റെ ഡോക്ടറായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുകയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് എന്തുകൊണ്ടെന്നാൽ ഒരു സ്വർഗീയ പിതാവുണ്ട് അവൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ്. ഇത് ബുദ്ധിയുടെ വചനമല്ലായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചത്. ഇത് പറയുകയാണ്, ചിലപ്പോൾ ഇത് പ്രവചനമാണോ എന്ന് പറഞ്ഞു. വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനം നിങ്ങളെ ഉത്സാഹിപ്പിക്കാനും ഉറപ്പിക്കാനുമുള്ളതാണ്. എങ്ങനെയാണ് നമുക്കിത് പറയാൻ സാധിക്കുക? ഈ ശാപം ഇവൻ്റെ മുകളിൽ വരുമെന്ന്. ഞാൻ ആ പുത്രനോട് ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തി: നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഏത് വീട്ടിലാണോ ജീവിക്കുന്നത്, ആ വീടിൻ്റെ തല നിങ്ങളാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അവരുടെ ഭാര്യ അവൻ്റെ കേൾക്കുന്നില്ലായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ബുദ്ധിയുടെ വചനം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു: ആരും നിങ്ങളുടെ മുകളിൽ അധികാരം നടത്തുകയില്ല, നിങ്ങൾ അവർക്ക് അധികാരം നൽകിയില്ല എങ്കിൽ.
എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അനുവാദം കൊടുക്കുന്നു, അപ്പോഴാണ് അവരങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ ആ അധികാരം നഷ്ടപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾ നോക്കുകയാണ്, ഇവിടെ ഒരു ഓർഡറുമില്ല ഈ വീട്ടിലെന്ന്. നിങ്ങൾ തിരിച്ചതെടുക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് തല. എൻ്റെ ബുദ്ധിയുടെ വചനം അവർക്ക് വേണ്ടി ഇതായിരുന്നു. ഒരു വ്യത്യാസവുമില്ല നിങ്ങളുടെ മകൻ ഏത് പൂജയിൽ ഇരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത്. ആ മകൻ നിങ്ങളുടേതാണ്, നിങ്ങളുടെ അവകാശമാണ് ആ മകൻ്റേത്. ഈ വാഗ്ദത്തം പുത്രനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. എൻ്റെ വീട്ടിലുള്ളതെല്ലാം സ്വർഗീയ പിതാവാണ് അതിനെല്ലാം വളർത്തുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഒരിക്കലും ഇത് കാണാറില്ല. യേശു എത്ര അത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്നും, എത്രയധികം ആളുകൾ അവൻ്റെ അടുത്ത് വന്നപ്പോഴും ഒരിക്കലും യേശു അവരോട് ആരോടും പറഞ്ഞിട്ടില്ല, നീ മോതിരം എന്നാൽ മാത്രമേ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്നും. അവൻ സൗഖ്യമാക്കി അവിടുന്ന് പോയി. ആളുകൾ അവൻ്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നു. നിങ്ങളാണ് തല, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പുറകെ ഓടി വരും. അതുകൊണ്ട് എൻ്റെ വചനവും അവർക്ക് വേണ്ടി ഇതായിരുന്നു, എല്ലാത്തിനെയും പുറകെ ഓടുന്നത് നിർത്തുക. സാത്താൻ ഇത്രയധികം ആരാധന കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളറിയുക, നിങ്ങളുടെ ഉള്ളിലുള്ളവനാണ് ഏറ്റവും വലിയവൻ. ഞാനവരെ ഉത്സാഹപ്പെടുത്തി, നിങ്ങൾ വചനം കേട്ടുകൊണ്ടേയിരിക്കുക. എത്രയധികം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ ഉണരുന്നുവോ, നിങ്ങളുടെ വചനം അപ്പോൾ ആത്മാവും ജീവനുമായി മാറുവാനിടയാകും. അത് നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും മകനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് സങ്കീർത്തനം 91 ഒരു ദുഃഖവും എൻ്റെ കൂടാരത്തിനടുക്കയില്ല. അവരുടെ വാഗ്ദത്തം എന്താണ്? സ്വർഗീയ പിതാവ് അവരെ എല്ലാം പഠിപ്പിക്കും. വിശ്രമിക്കുക മാത്രം ചെയ്യുക. എൻ്റെ മമ്മിയുടെ കൂടെയും ഈ സാക്ഷ്യമായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഞാൻ വചനം മമ്മിയുമായി ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ മമ്മിയുടെ വീണ്ടും ജന്മം നടന്നത് സ്വർഗീയ പിതാവും ഞാനുമായി കെട്ടിയ ഒരു വാഗ്ദത്തത്തിന് നിൻ്റെ മുഴുവൻ കുടുംബവും വിടുതൽ പ്രാപിക്കുമെന്നുള്ളത്. പക്ഷേ എൻ്റെ മമ്മിയുടെ വീണ്ടും ജന്മം നടന്നത് അതൊരു വാഗ്ദത്തമായിരുന്നു സ്വർഗീയ പിതാവ് എന്നോട് ചെയ്തത്. നീ മുഖാന്തരം നിന്റെ മുഴുവൻ കുടുംബവും വിടുവിക്കപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് അവരവരുടെ പൂജകൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം അതെല്ലാം ഇട്ടിട്ട് പോയി. ഇവിടെ ഞാൻ സാത്താനെ അല്ല ഉയർത്തുന്നത്, ഞാൻ ഉറയ്ക്കുകയാണ്, അത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ആരാണെന്നുള്ളത്. എത്രയധികം ഞാൻ എൻ്റെ തിരിച്ചറിവിൽ ഉണരുന്നുവോ, എല്ലാ അവകാശങ്ങളും എന്നോട് കൂടെ ആകുവാനിടയാകും. നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാതെയാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ തിരിച്ചറിവ് മറക്കാതെയാണ്, നമ്മുടെ തിരിച്ചറിവ് നിലനിൽക്കുന്നതിലൂടെയാണ്. നമ്മൾ 2 ആഴ്ചയിൽ ഈ ടോപ്പിക്ക് നമുക്ക് പൂർത്തീകരിക്കാം. നിങ്ങൾക്ക് PDF ഫയലിൽ നിങ്ങളുടെ വചനം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ആരെങ്കിലും എനിക്ക് എഴുതുമ്പോൾ അവർ മെസ്സേജുകളോ ചാറ്റ്സ് എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദ്യങ്ങളുടെ രൂപത്തിൽ, അപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, ഞാൻ ഏറ്റുപറയുന്നത് ഞാൻ ആകുവാൻ വേണ്ടിയല്ല ഏറ്റുപറയുന്നത്, പക്ഷേ നിങ്ങളെ ആ കാര്യത്തിൽ നിങ്ങൾ മുന്നമേ ആയിരിക്കുന്നതിൽ നിങ്ങൾ ഉണർത്തുകയാണ്. ഞാൻ ഒരു ആത്മീയ കണ്ണാടിയാണ്. ഇതിൽ വിശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ആയിരിക്കുന്നതിൽ പ്രകടമായിട്ടും പൂർണ്ണമായും ആകുന്ന കാണാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മറന്നു പോകരുത് നിങ്ങൾ ആരാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിൻ്റെയും പുറകെ ഓടുന്നത് നിർത്തുക. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് തന്നെത്താൻ വരുവാനിടയാകും. വരും നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. ബിലവഡ് സഭ ജീവിക്കുന്നു, അത് ഉണരുകയാണ് അവരുടെ ആത്മീയ തിരിച്ചറിവിൽ അവരാരാണെന്നുള്ളതിൽ. നമുക്ക് വായിക്കാം. വെളിപ്പാട് അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഇവിടെ സാത്താനെ എന്താണ് പറയുന്നത്? തെറ്റിച്ചു കളയുന്നവൻ എന്നാണ് പറയുന്നത്. അവൻ വ്യാജം പറയുന്നവനാണ്. അവൻ മുഴുവൻ ലോകത്തിലും തെറ്റുണ്ടാക്കുന്നവനാണ്. എഴുതിയിരിക്കുകയാണ്, മുഴുവൻ ലോകത്തെയും ഭൂതലത്തെ തെറ്റിച്ചു കളയുന്നവനെയും പിശാചിനെയും അവൻ്റെ ദൂതന്മാരെയും തള്ളിക്കളഞ്ഞുവെന്ന്. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നവൻ സാത്താൻ കുറ്റം ചുമത്തുന്നവനാണ്. അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. രാത്രിയിലും പകലും കുറ്റം ചുമത്തുന്നവനെ തള്ളിക്കളഞ്ഞു. ഇവിടെ നോക്കുക, 11-ാം വാക്യത്തിൽ, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. എന്തിലൂടെയാണ് നിങ്ങൾ ജയാളികളായത്? ആ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും.
എഴുതിയിരിക്കുകയാണ്, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. നമ്മൾ എങ്ങനെയാണ് ജയാളികളാകുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജയാളികളായി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷെ ഞാനും നിങ്ങളും എങ്ങനെയാണ് ജയാളികളാകുന്നത്? കുഞ്ഞാടിന് രക്തം ഹേതുവായിട്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഗീതു ഒരു സാക്ഷ്യം നമ്മളോട് പറഞ്ഞു. അവർ പറഞ്ഞു, 2 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഒന്ന് നിങ്ങളുടെ ഉൽപ്പത്തി, രണ്ടാമത്തേത് നിങ്ങളുടെ സ്ഥാനം. നമ്മുടെ ഉൽപ്പത്തി ആ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടാണ് നടന്നത്, എൻ്റെ സാക്ഷ്യവചനത്തിലൂടെയും. എന്താണ് എൻ്റെ സാക്ഷ്യവചനം? എൻ്റെ മുഴുവൻ ജീവിതവും യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിൽ ജയാളിയേക്കാൾ മുകളിലാണ്. നിങ്ങൾക്കറിയാമോ യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? യേശു തന്നെത്താൻ വിടുവിക്കാൻ വേണ്ടിയാണോ ലോകത്തിലേക്ക് വന്നത്? യേശു തന്നെത്താൻ ജയിക്കാൻ വേണ്ടിയാണോ വന്നത്? ആരെ വിടുവിക്കാനാണ് അവൻ വന്നത്? എന്നെയും നിങ്ങളെയും. എന്തുകൊണ്ടാൽ ഞാനും നിങ്ങളുമായിരുന്നു ദാസത്വത്തിലായിരുന്നത്. ഈ ലോകത്തിൽ അവൻ വന്നപ്പോൾ ദുഷ്ട ആത്മാക്കളും അവൻ്റെ വാക്ക് കേട്ടു. ആരായിരുന്നു മരണത്തിന്റെ ദാസത്വത്തിൽ, പാപത്തിൽ വീണിരുന്നത്? അത് ആദമായിരുന്നു. പാപം ചെയ്തതിലൂടെ മരണത്തിൽ വീണു പോയത്. എന്തിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്? അവൻ എന്നെയും നിങ്ങളെയും മരണത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുവിക്കാനാണ്. നമ്മൾ അധികമായി ഇതിനെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കാം. നമുക്ക് എബ്രായർ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഞാനും നിങ്ങളുമായിരുന്നു നഷ്ടപ്പെട്ട പുത്രന്മാരെ. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. നിങ്ങൾക്കറിയാമോ, നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ഇതാണ് അർത്ഥം. യേശു ക്രിസ്തുവിൻ്റെ പിതാവ് ഇപ്പോൾ എൻ്റെ പിതാവാണ്. നമ്മൾ ഒരു ജാതിയാണ്. ഞാൻ എപ്പോഴും ഈ കാര്യം ഓർമ്മപ്പെടുത്താറുണ്ട്. ഒരു നായ ഒരിക്കലും സിംഹത്തെ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ പിതാവേ എന്ന് വിളിക്കും. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മനുഷ്യരാണ് എന്ന്, അവൻ ദൈവമാണ് എന്നും. ഞാൻ അവനെ പിതാവ് എന്ന് വിളിക്കുകയാണ് എങ്കിൽ എനിക്ക് അറിയേണ്ടത് ആവശ്യമുണ്ട്, നമ്മൾ ഒരു ജാതിയാണ്, സ്വർഗീയ ജാതി. ഇവിടെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. നിങ്ങൾക്കറിയാമോ, ഏത് രീതിയിൽ യേശു പ്രശ്നങ്ങളെ കണ്ടിരുന്നുവോ അതേപോലെ ഞാനും നിങ്ങളും തന്നെ കാണാൻ തുടങ്ങുക. നമ്മൾ ഒരു ജാതിയാണ്. യേശു ഒന്നിൻ്റെയും പിറകെ ഓടാറില്ലായിരുന്നു. നമ്മൾക്ക് അവനെ വിശ്രമത്തിൽ കാണാൻ സാധിക്കും. അവൻ വിശ്രമിച്ചതിലൂടെ എല്ലാ കാര്യങ്ങളും അവൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. മുന്നോട്ട് നമുക്ക് വായിക്കാം. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരുടെ കീർത്തിക്കും, സഭാമധ്യം ഞാൻ എന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. നിങ്ങൾക്കറിയാമോ എന്തിനാണ് യേശു ഈ ലോകത്തിൽ വന്നത്? ആ ശരീരത്തിലും രക്തത്തിലും. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളും ആ ജഡരക്തങ്ങളോട് കൂടെ ഒന്നാകേണ്ടതിന്. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം, അത് സാത്താനെ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു മരണത്തിലൂടെ, അവൻ മരണത്തിന് മുകളിൽ ശക്തി ലഭിച്ചതിലൂടെ അതിനെ നീക്കി എന്നെയും നിങ്ങളെയും, ആ മരണത്തിന്റെ അടിമകളായിരുന്നവരെ, നമ്മൾ സാത്താനെ നീക്കിക്കളഞ്ഞാൽ അവന് പിന്നെ ശക്തിയില്ല. പിന്നെ നമ്മൾ എന്തിനാണ് അവനോട്, ശക്തിയില്ലാത്തവനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾക്കറിയാമോ, സാത്താന് ശക്തിയില്ല. അവൻ
അവൻ വിചാരങ്ങളെ ഉണ്ടാക്കുന്നു. നമ്മൾ വെളിപ്പാടിൽ വായിച്ചതുപോലെ തെറ്റിച്ച് കളയുന്നവനാണ് അവൻ. അവൻ ലോകത്തെ ഈ ആളുകളെ ഈ തെറ്റിൽ ധാരണയിൽ അകപ്പെടുത്തുകയാണ്. സാത്താനുണ്ട്, അവന് ശക്തിയുണ്ട് എന്ന്. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, അങ്ങനെയുള്ള എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെത്താൻ വലുതാക്കി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സത്യം ഇതാണ്, നമ്മുടെ ഉള്ളിലുള്ളവനാണ് എല്ലാ പ്രശ്നങ്ങളെക്കാളും ഉള്ളിൽ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സങ്കല്പങ്ങളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചെടുക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും വിചാരങ്ങളുടെയും പുറകെ ഞാൻ ഓടുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പുറകെ ഓടരുത്. അതിന് നിങ്ങൾ ശക്തി കൊടുക്കുക. നിങ്ങൾ എത്രയധികം നിങ്ങളുടെ ചിന്തകൾക്ക് മഹത്വം കൊടുക്കുന്നോ അത്രയധികം ശക്തി സാത്താന് ലഭിക്കുവാനിടയാകും ആ ചിന്തകളിലൂടെ. പിന്നെ നമുക്ക് തോന്നും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല, നമ്മൾ ഒരുപാട് ഓടി ഓടി നമ്മൾ ക്ഷീണിച്ചു പോകുവാനിടയാകും. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി ആ സമയത്ത് കൊടുങ്കാറ്റിൻ്റെ നടുവിൽ അതിൻ്റെ പുറകെ ഓടാതിരിക്കുക. അതിൻ്റെ ഇടയിലും വിശ്രമത്തിൽ നിലനിൽക്കണം. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങളുടെ സമാധാനത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ. ഇതാണ് നമ്മുടെ പരിശ്രമം, ആ സമാധാനത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കാനുള്ളത്. അധികമായി നമുക്ക് ഈ സത്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് വായിക്കാം ഇവിടെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകൃപയിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിന് തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. നോക്കൂ, ഇവിടെ സഹോദരന്മാരെന്ന് എഴുതിയിട്ടില്ല, സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിലും വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിന് തന്റെ സഹോദരന്മാരുടെ സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. നോക്കുക, ഇവിടെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 15-ാം വാക്യത്തിൽ, മരണത്തിന്റെ ഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ച്. എന്തായിരുന്നു ഏറ്റവും ആദ്യം ലോകത്തിൽ മരണം കൊണ്ടുവന്നത്? അത് പാപമായിരുന്നു. ആദം പാപം ചെയ്തു, മരണം ഈ ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. മരണത്തിന്റെ വിപരീതം ജീവനാണ്, സമൃദ്ധിയായ ജീവൻ. അത് എൻ്റെയും നിങ്ങളുടെ അവകാശമായി തീരുവാൻ യേശു ക്രിസ്തുവിന്റെ മരണം ക്രൂശിൽ നടന്നില്ല എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ സമൃദ്ധിയായ ജീവനിൽ ഭാഗമാകുവാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ പാപമാണ് മരണം കൊണ്ടുവരുന്നത്. പാപത്തിന്റെ ശമ്പളമായിരുന്നു മരണം. അത് യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ കൊടുക്കുവാനിടയായി. സാഹചര്യം എന്താണെങ്കിലും നമ്മുടെ അവകാശം ജീവനാണ്. ഞാൻ എൻ്റെ അടുത്തേക്ക് പ്രശ്നങ്ങളുമായി വരുന്നവരെ ഇതാണ് ഉത്സാഹിപ്പിക്കുന്നത്, എന്ത് സംഭവിച്ചാലും എനിക്കറിയാം നിങ്ങളുടെ ഭാഗം അത് ജീവനാണ്. സാഹചര്യം എങ്ങനെ കണ്ടാലും എനിക്കറിയാം അതിൻ്റെ ഫലം അത് ജീവൻ മാത്രമായിരിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അവനെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവായ യേശു നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. യേശുക്രിസ്തുവിന്റെ സന്തോഷം ഇതാണ്, അവന്റെ പുത്രന്മാർ അവരുടെ തിരിച്ചറിവിൽ ഉണരുന്നതാണ്. നമ്മൾ എത്രയധികം ഉണരുന്നു അത്രയധികം നമ്മൾക്ക് വിശ്രമത്തിൽ നിലനിൽക്കാൻ സാധിക്കും. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അവസാനിപ്പിക്കും. എത്രയധികം ഓർഗനൈസേഷനിൽ നിങ്ങൾ കാണുന്നു, എത്രയധികം ഉയർന്ന സ്ഥാനമുണ്ടോ അത്രയധികം കുറച്ച് ജോലിയായിരിക്കും അവർക്കുള്ളത്. അത് വചനത്തിൽ അധിഷ്ഠിതമായിരിക്കും. വചനം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകും. ആരൊക്കെ അവരുടെ തിരിച്ചറിവില്ലയോ അവർ ഇവിടെയും അവിടെയും ഓടാൻ തുടങ്ങും അവരുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ. അവരുടെ പ്രവൃത്തി ഇവിടെ നടന്നില്ല എങ്കിൽ അവർ മറ്റൊരാളുടെ അടുത്ത് പോകും, അല്ലെങ്കിൽ അടുത്തയാളുടെ അടുത്ത്. അവരങ്ങനെ പ്രശ്നങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളാണ് തല എന്ന്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെക്കാൾ മുകളിൽ പിന്നെ ആരാണ്. പിന്നെ യുദ്ധം ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങൾ ആരാണ് എന്ന്. വചനത്തിൽ നിങ്ങൾക്ക് എന്താണ് ശക്തിയുള്ളത് എന്നും വിജയം നിങ്ങളുടെ മുന്നമേ നിങ്ങളുടേതാണെന്നും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വിശ്രമത്തിൽ നിലനിൽക്കാൻ സാധിക്കും. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, എത്രയധികം ആളുകൾ വചനത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു അവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ.
വചനത്തിൽ ഇവിടെ സ്പഷ്ടമായി എഴുതിയിരിക്കുകയാണ്, ശരീരത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നവരല്ല, അവരുടെ ചിന്തകൾക്കനുസരിച്ച് സഞ്ചരിക്കുന്നവരല്ല, അവർ സങ്കല്പങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്നവരല്ല, ശരീരത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ കൊണ്ടുവരുന്നതിലൂടെ. പക്ഷെ നമ്മൾ വചനത്തിൽ നിലനിന്നുകൊണ്ട് ആ നമ്മുടെ സ്ഥാനത്തെ വിശ്രമത്തിന്റെ സ്ഥാനത്തെ വിടാതിരിക്കുമ്പോൾ ആത്മാവിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുന്നു. അവർക്ക് എഴുതിയിരിക്കുകയാണ് അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന്. പിന്നെ നമ്മൾ അവനോട് കൂടെ കൂട്ടവകാശികളാവുകയാണ്. അതുകൊണ്ട് വചനത്തിൽ നമുക്ക് ഈ കാര്യം നമ്മൾ വായിക്കുന്നു. ആത്മീയ കാര്യങ്ങൾ, നമ്മൾ എത്രയധികം സ്വർഗീയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് ജീവനാണ്. പക്ഷെ ശരീരത്തിൽ നമ്മൾ മനസ്സ് വെച്ചാൽ അത് മരണമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, എത്രയധികം ശരീരത്തിൽ നമ്മുടെ ചിന്തകൾ സഞ്ചരിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ ശരീരം നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളപ്പോൾ തോന്നുകയാണ് എന്തെങ്കിലും കുറച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ തന്നെത്താൻ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ച് ആ ചിന്തകളുടെ പുറകെ നമ്മൾ ഓടാൻ തുടങ്ങും. നിങ്ങൾക്കറിയാമോ, എത്രയധികം നമ്മുടെ പ്രാണനെ വിശ്രമത്തിൽ നിലനിൽക്കാൻ പഠിപ്പിച്ചാൽ ആ നീതിയാണ് യേശു ക്രിസ്തുവിൻ്റേത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മുന്നമേ പോയി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നത്. വളരെ ആവശ്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ ഇത് പ്രാവർത്തികമാക്കണം. നമ്മൾ കേൾക്കുന്നവർ മാത്രമല്ല, വചനത്തിൽ സഞ്ചരിക്കുന്നവരാകണം. നമുക്ക് കാണാൻ സാധിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുമ്പോൾ ആ വിശ്രമത്തിൽ നിലനിൽക്കാൻ എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. അതാണ് വിശ്രമത്തിന്റെ സ്ഥലം. അവിടെ നിങ്ങൾ നിലനിൽക്കുമ്പോൾ ആ പുനരുദ്ധാന ജീവൻ നിങ്ങളുടെ ഉള്ളിലുള്ളത് അത് അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ഇന്ന് കേൾക്കുന്നവരെല്ലാം ബിലവഡിന്റെ യൂട്യൂബ് ചാനലിൽ പോയി ഇതിനു മുൻപ് നമ്മൾ ഈ ടോപ്പിക്കിൽ സംസാരിച്ചിട്ടുണ്ട്. ആത്മീയ യുദ്ധത്തെക്കുറിച്ച്, ഒരു പുത്രന് എന്താണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും അത് പോയി കേൾക്കണം. വിശ്രമത്തെക്കുറിച്ചുമുള്ളതും. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ നമ്മൾ വായിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും യേശു ക്രിസ്തു ശബത്തിന്റെ ദിവസത്തിൽ ചെയ്തത് അവിടെ എവിടെയും അവരുടെ വിശ്വാസത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടില്ല. യേശു ക്രിസ്തു രോഗികളെ കണ്ടു, യേശു പോയി ആ പ്രശ്നങ്ങളെ ശരിയാക്കി. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ വീണ്ടും ജനനത്തിന് ശേഷം നമ്മൾ അവന്റെ ശബത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ സ്ഥിരതയിൽ സമാധാനത്തിൽ നിലനിൽക്കുമ്പോൾ. പക്ഷെ ഞാൻ എൻ്റെ യുദ്ധം തന്നെ ചെയ്യുകയാണെങ്കിൽ അവൻ എൻ്റെ സ്ഥാനം എടുക്കുകയില്ല. എത്രയധികം നമ്മൾ വിശ്രമത്തിൽ നിലനിൽക്കുന്നോ നമ്മൾക്ക് കാണാൻ സാധിക്കും പിതാവ് നമ്മൾക്ക് വേണ്ടി മുന്നമേ പോയി എല്ലാ പ്രശ്നങ്ങളെയും നമ്മുടെ കാൽ കീഴാക്കുന്നത്. എനിക്ക് നിങ്ങൾക്കും ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ നമ്മുടെ വിശ്രമത്തിന്റെ സ്ഥലം പിടിച്ചുകൊള്ളണം. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇവിടെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന് വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ് വലുപ്പം. ആരുടെ ശക്തിയാണ്? അവന്റെ ശക്തി നമ്മളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അളവറ്റ വലിപ്പം ഇന്നതെന്ന്, അതിൻ്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ മഹിമാധനം എന്താണെന്ന് നമ്മൾ യേശു പറയുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളല്ല, ഞാനല്ല, പിതാവാണ് എന്നിലൂടെ അത് പ്രവർത്തിക്കുന്നത്. യേശു ക്രിസ്തുവും ഇതാണ് സാക്ഷ്യം പറഞ്ഞത്. എല്ലാ പ്രവൃത്തികളും അവൻ ചെയ്യുന്നത് അവൻ തന്നെത്താനല്ല, പിതാവിന്റെ ആത്മാവാണ് അവനിലൂടെ ആ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തെ, നമ്മൾ വിശ്വസിക്കുന്നത് എത്ര വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ വളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇത് ഇരുത്തുകയും. ഇതിനെ നമ്മൾ പതിയെ പതിയെ വായിക്കുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവന്റെ ശക്തി നമ്മൾ വിശ്വസിക്കുന്നവർ എത്ര അത്ഭുതകരമാണ്. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അവൻ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലത് ഭാഗത്ത് അതേ ശക്തി യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് അതേ ശക്തി ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയാമോ അത് എത്രയധികം ആയിട്ടുള്ള ശക്തിയാണ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നതെന്ന്? ആ ശക്തി എൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഞാൻ വിട്ടുകളയാതിരിക്കുമ്പോൾ എൻ്റെ സ്ഥലത്തെ നമ്മൾ ഇതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് മുന്നോട്ട് നമുക്ക് വചനത്തിൽ നോക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്,
അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത്, ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? എല്ലാ വാഴ്ചയ്ക്കും, പിന്നെ അധികാരത്തിനും, പിന്നെ ശക്തിക്കും, പിന്നെ കർത്തൃത്വത്തിനും, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇരുത്തുകയും. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് അവനെ ഇരുത്തിയെന്ന്. ഇവിടെ എഴുതിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും, നമ്മൾ ഭയപ്പെടുന്ന എല്ലാം. നമ്മളിത് വീണ്ടും വായിക്കാം, പതിയെ പതിയെ നമുക്ക് വായിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നു ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇത് ഇറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തിരിച്ചറിവ് എഴുതിയിരിക്കുന്നത് ഇത് എനിക്കും നിങ്ങൾക്കും വേണ്ടി സത്യമാണ്. അവൻ യേശു ക്രിസ്തുവിൽ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തെ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും, പിന്നെ അധികാരത്തിനും, ശക്തിക്കും, പിന്നെ കർത്തൃത്വത്തിനും, ഈ ലോകത്തിൽ മാത്രമല്ല വരുമാനം വിളിക്കപ്പെടുന്ന സകല നാമത്തിലും, ഈ ലോകത്തിൽ വിളിക്കപ്പെടുന്ന ഈ നാമത്തിൽ പൂജ ചെയ്യണം, ഈ നാമത്തിന്, ഈ രോഗത്തിന്റെ പേര് എഴുതിയിരിക്കുന്ന എല്ലാ നാമത്തിനും, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും എന്താണ് ചെയ്തത്? ഇവിടെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അത്യന്തം ഇരുത്തി സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിന് മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതവന്റെ ശരീരമാണ്. അതാണ് പൂർത്തീകരണം. ഇതിന്റെ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഞാനും നിങ്ങളും ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മളെ എവിടെയാണ് ഇരുത്തിയത്? യേശു ക്രിസ്തുവിലാണ് ഇരുത്തിയത്. അതാണ് എൻ്റെ വിശ്രമത്തിന്റെ സ്ഥലം. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു ഹോട്ടലിലായിരുന്നു. അവിടെ ഒരു കസേര എനിക്ക് തന്നിരുന്നു. അത് വളരെ നല്ല കസേരയായിരുന്നു. പക്ഷേ എനിക്ക് ആ കസേരയോടൊപ്പം ഒരു പാദപീഠവും ആരെങ്കിലും തന്നിരുന്നുവെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു. അതുകൊണ്ടാൽ ചിലപ്പോൾ ബാലൻസ് ശരിയാവാറില്ല. പക്ഷെ നമുക്കറിയാം ആ പാദപീഠം ഒരു കസേരയോട് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വിശ്രമം കൊണ്ടുവരും. അതൊരു കസേരയാണെങ്കിൽ ഒരു പാദപീഠവും അത് ശരിയായ ഒരു വിശ്രമത്തെ നമുക്ക് തരും. അത് ശരിയായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് നമ്മുടെ ശത്രുക്കളെ അവൻ നമ്മുടെ പാദപീഠമാക്കിയിരിക്കുന്നുവെന്ന്. പക്ഷെ നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും? നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ആ പാദപീഠം നൽകുന്നത് ഒരു കസേരയിലിരിക്കുന്ന ആൾക്കാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ എല്ലാ ശത്രുക്കളും നിങ്ങളുടെ പാദപീഠമാകുവാൻ ഇടയാകും നിങ്ങൾ പഠിച്ചാൽ. നിങ്ങൾ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്തിരിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശ്രമത്തിൽ ഇരിക്കാൻ, യുദ്ധം ചെയ്യാതെ. ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ മമ്മിയുടെ സാക്ഷ്യം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ സാക്ഷ്യങ്ങളാണ് എൻ്റെ സമ്മാനം. നിങ്ങൾക്കറിയാമോ, എൻ്റെ മമ്മിയുടെ റിപ്പോർട്ട് ക്യാൻസറിന് പോസിറ്റീവ് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ചുറ്റുമുണ്ടായിരുന്നത് എന്നോട് പറയുകയായിരുന്നു യുദ്ധം ചെയ്യുവാൻ, ഓടാൻ, പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുക്കുവാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം എനിക്കറിയാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജീവിതത്തിൽ റൊമറ്റോയിഡിസ് രോഗത്തിൽ നിന്ന് ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഈ സത്യത്തിൽ ഉണർന്നുകൊണ്ട് ഇതെൻ്റെ സ്വഭാവത്തിലില്ല ഒരു രോഗം എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാമായിരുന്നു ഞാൻ ലക്ഷണങ്ങളുമായി ഞാൻ ആരുടെ അടുത്തെങ്കിലും പോയാൽ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് പിന്നെയും ഉറപ്പ് തരും നീ രോഗിയാണ് എന്ന്. ഇത് കാണിക്കുകയില്ല നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന്, ഇതിൻ്റെ സ്വഭാവത്തിൽ രോഗമില്ല എന്ന്. അതുകൊണ്ട് മുഴുവൻ ലോകവും എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് അത് സത്യമാകണമെന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ അനേകരുടെ കണ്ണ് ഇപ്പോഴും അത് പ്രകാശിതമായിട്ടില്ല. അവരവരുടെ ജീവിതം അങ്ങനെയാണ് ചെലവഴിക്കുന്നത്, ഒരു അന്ധനായ വ്യക്തിയെ പോലെ. എത്രയധികം നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിതമാകുന്നുവോ അത്രയധികം നിങ്ങൾക്ക് വിശ്രമത്തിൽ നിലനിൽക്കാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുകയില്ല, മമ്മിയുടെ റിപ്പോർട്ട് വന്നതെന്ന് അതിൻ്റെ അടുത്ത ദിവസം രാവിലെ എനിക്ക് ഇത്രയധികം ഭാരം എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ പുതിയ വെളിപ്പാടുകൾ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ചില കാര്യങ്ങൾ അങ്ങനെ എൻ്റെ മമ്മിയുടെ വിരോധമായി വന്നു. ചിലപ്പോൾ ഇതിനെതിരായിട്ട് എനിക്ക് നിൽക്കണം, ഇതിനോട് യുദ്ധം ചെയ്യണമെന്ന് തോന്നി. എന്തുകൊണ്ടെന്നാൽ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. എനിക്കിന്നും ഓർമ്മയുണ്ട് വചനം. പക്ഷേ എൻ്റെ അടുത്തേക്ക് വന്നത് ആ സമയത്ത് ഇങ്ങനെയായിരുന്നു. ആരാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ പ്രശ്നത്തിലാണ് എന്ന്? ആരാണ് പറഞ്ഞത് നിനക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന്?
ഒന്നും പ്രശ്നത്തിലല്ല, ഒന്നും യുദ്ധം ചെയ്യേണ്ട ആവശ്യവുമില്ല. ഒരു പ്രാർത്ഥന റിക്വസ്റ്റും നിങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കുക. അത് അവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് എൻ്റെ അടുത്തേക്ക് വന്നത് ഇതായിരുന്നു. ആ ഭാരം ചിന്ത എൻ്റെ ഉള്ളിലേക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്നു. വന്ന് ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാം, പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുക്കാം. എൻ്റെ പരീക്ഷ ഇതായിരുന്നു, ഞാൻ ഇതിനെ പുറത്തു കൊടുക്കാതിരിക്കുക. ഞാൻ അറിയുക ഇത് സത്യമല്ല, ഈ റിപ്പോർട്ട് അത് വ്യാജമാണ്. രണ്ടാമത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് നെഗറ്റീവായിട്ട് വന്നു. അത് നമ്മുടെ വിശ്രമത്തിൻ്റെ സ്ഥലമാണ്. നമ്മൾ നിലനിൽക്കുന്നതിലൂടെ നമ്മൾക്ക് എല്ലാ യുദ്ധത്തിലും വിജയാളികളാകുവാൻ സാധിക്കും. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാ അധികാരങ്ങളും വാഴ്ചകളെയും അതിനെയെല്ലാം അവൻ ആയുധവർഗം വെപ്പിച്ചു. മരണം ആരുടെ കയ്യിലായിരുന്നു? അവനെയും പരാജിതനാക്കി. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെയുള്ള യുദ്ധം, നേരത്തെ യുദ്ധം ചെയ്തതിനെ നമ്മൾ യുദ്ധം ചെയ്യുന്നത്? യേശുക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ജയിച്ച യുദ്ധം. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി ഇതാണ്. പരീക്ഷകൾ, കൊടുങ്കാറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്ഥാനം ഉറപ്പോടുകൂടെ പിടിച്ചുകൊള്ളുക, നമ്മുടെ തിരിച്ചറിവിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നു, നിങ്ങളെല്ലാവരും ജീവിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞതെല്ലാം ഏറ്റവും വിശ്രമത്തിൻ്റെ കാര്യം ഇതാണ്. ആ രക്തമാണ് എല്ലാത്തിലും നമ്മളെ, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ വിജയാളികളാക്കുന്നത്. എനിക്കറിയാം, എന്ത് സംഭവിച്ചാലും ഞാൻ പിതാവിന് നന്ദി അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ രക്തമാണ് എല്ലാറ്റിലും പിടിച്ചുകൊള്ളുന്നത്. മുന്നോട്ട് വചനത്തിൽ വായിക്കാൻ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ, 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇരുത്തി. അവൻ്റെ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വരാനുള്ള സമയങ്ങളിലും അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കാൻ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിശ്രമം സത്യം ഇതാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ പിതാവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അവനാണ് ഇന്നത്തെ ദിവസവും നമ്മൾക്ക് വേണ്ടി എല്ലാ വിജയവും കൊണ്ടുതരുന്നത്. അത് പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്? ഞാനും നിങ്ങളും വിശ്രമത്തിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ. അവൻ്റെ മക്കൾ യുദ്ധം ചെയ്യുന്നത് കണ്ടാൽ അവൻ യുദ്ധം ചെയ്യുകയില്ല. നിങ്ങളിൽ എത്ര പേർ 10ാം ക്ലാസ് എക്സാം എഴുതിയിട്ടുണ്ട്? ആ സമയത്ത് നമ്മൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് ട്യൂഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് നമുക്ക് അതൊന്നും പഠിച്ചത് ഓർമ്മയില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അധികമായിട്ട് എല്ലാം മനഃപ്പാഠമാക്കുകയാണ്. റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പാസ്സാകുകയാണ്. എത്ര പേർ വീണ്ടും തിരിച്ചു ചെന്ന് വീണ്ടും ആ എക്സാം എഴുതാറുണ്ട്? നിങ്ങൾ വീണ്ടും പോയി അതേ എക്സാം എഴുതിക്കൊണ്ടേ ഇരുന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ എന്തായിരിക്കും പറയുന്നത്? മൂഢനെന്നേ പറയുകയുള്ളൂ. നിങ്ങൾ ആ പരീക്ഷ എഴുതി, അതിൽ നിങ്ങൾ വിജയിച്ചു, വീണ്ടും ചെന്ന് അതേ പരീക്ഷ എഴുതാൻ പോയാൽ നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ആ വിജയം അവൻ പ്രാപിച്ചു. എല്ലാ യുദ്ധങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നത് അവൻ വന്ന് യുദ്ധം ചെയ്ത് ജയാളിയായി പുറത്തു വന്നു. ഇപ്പോൾ ഞാനും നിങ്ങളും ഗ്രഹിക്കണം ആ പ്രവൃത്തികളെ യേശുക്രിസ്തു ചെയ്തത്. എന്താണ് പക്ഷേ സംഭവിക്കുന്നത്? നമ്മൾ തന്നെത്താൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. വീണ്ടും മുന്നോട്ട് വചനത്തിൽ വായിക്കാം, 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ സ്നേഹം ആ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കുകയാണ്. 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അത് ദാനമാണ്. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം കൂടുതൽ വചനങ്ങൾ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. എത്ര പേർ ഉത്സാഹിക്കപ്പെടുന്നു, എത്ര പേർ സന്തോഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് വീണ്ടും വീട്ടിൽ ചെന്ന് കേൾക്കണം. കൊലോസ്യർ 2:6 ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ കർത്താവായി ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ ഞാനും നിങ്ങളും ക്രിസ്തു യേശുവിനെ ക്രിസ്തുവിൽ വിശ്വസിച്ചു. യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ പോയി. നിങ്ങൾക്കറിയാമോ എത്ര നല്ല കാര്യമാണിത്? പലപ്പോഴും നമ്മൾ ആ കൊതുകിനെ പോലും നമ്മൾ പേടിക്കാറുണ്ട്. നമുക്ക് വേണ്ടി ഒരു ബാറ്റ് കൊതുകിനെ അടിക്കാൻ വേണ്ടി വെക്കാറുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ തന്നെത്താൻ ക്രൂശിൽ പോയിരുന്നെങ്കിലോ? ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ പോയി. അതുകൊണ്ടാണ് വചനം എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായി ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൽ.
വിശ്വാസത്തിലൂടെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി പൂർത്തീകരിച്ചു. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നമ്മുടെ തിരിച്ചറിവിൽ മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്. അത് വീണ്ടും നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും, യേശു ക്രിസ്തുവിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. എല്ലാ കാര്യത്തിലും സ്തോത്രം ചെയ്യണം. ഇത് നമ്മൾ ശ്രദ്ധയോടെ വായിക്കാം. ഇവിടെ 8-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. മനുഷ്യന്റെ പാരമ്പര്യത്തിൻ്റെയും ലോകത്തിൻ്റെ ആദ്യ ശിക്ഷകളും അതിനനുസരിച്ചല്ല. മനുഷ്യന്റെ പാരമ്പര്യവും ലോകത്തിൻ്റെ ആദ്യ പാഠത്തിനും അനുസരിച്ചാണ്, ക്രിസ്തുവിനനുസരിച്ചല്ല അത്. അതിൻ്റെ അർത്ഥം ബാബിലോണിൽ നിന്ന് വരുന്ന ജ്ഞാനം, ഈ ലോകത്തിൻ്റെ ജ്ഞാനം എൻ്റെയും നിങ്ങളുടെയും മുകളിൽ അത് പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ പരിപൂർണരായ പുത്രന്മാരാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു വചനം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഇത് നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം വെറും വഞ്ചന, ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനുള്ള ഒത്തവണ്ണമുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ് നമ്മൾ യേശുവിൻ്റെ സത്യം നമ്മൾ കേൾക്കണം. നിങ്ങൾക്കറിയാമോ, ലോകം യുദ്ധം ചെയ്യുന്നതിലൂടെയാണ് ജയാളികളാകുന്നത്. നമ്മൾ വിശ്രമത്തിലായിരിക്കുന്നതിലൂടെയാണ് നമ്മൾ ജയാളികളാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹസ്വരൂപമായി വസിക്കുന്നത്. അതിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും പരിപൂർണത അത് യേശു ക്രിസ്തുവിലൂടെയാണ് വരുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആരാണ് ഈ ലോകത്തിൽ തലയാക്കി വച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെയാണ്. ഞാനും നിങ്ങളും ആ യേശു ക്രിസ്തുവിനോട് കൂടെ അവനിൽ ഇപ്പോൾ ഒന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മളും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും മുകളിൽ തലയാക്കി വച്ചിരിക്കുകയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്. 11-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഒഴിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. എല്ലാ കാര്യങ്ങളും ശരീരത്തെ കാണിക്കുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 12-ാം വാക്യത്തിൽ, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും, ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നമ്മളെയും അവൻ ഉയർപ്പിച്ചു. ഞാൻ നിങ്ങളെ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്, നമ്മളൊരു മേഖലയിൽ ജീവിക്കുന്നു, അവിടെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നമ്മളെ ഇപ്പോൾ വിടുവിച്ച് നമ്മളെ മറ്റൊരു മേഖലയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ജീവൻ്റെ നിയമമാണ്. എത്രയധികം നമ്മൾ വിശ്രമിക്കാൻ പഠിക്കുന്നുവോ ആ നിയമം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അത്രയധികം പുനരുത്ഥാന ജീവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പിതാവ് നിങ്ങളുടെ അടുത്ത് നിന്ന് ആ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ആ നീതി നിങ്ങളുടെ ഉള്ളിൽ ഉത്ഭവിക്കുവാനിടയാവും. ബിലവഡ് സഭ ജീവിക്കുന്നു, അവർ ഉണർന്നിരിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമ്മൾ ബൈബിൾ വായിച്ചു. ആർക്കായിരുന്നു മരണത്തിന്റെ അധികാരമുണ്ടായിരുന്നത്? സാത്താനായിരുന്നു. ഏത് മേഖലയിൽ നിന്നാണ് നമ്മൾ പുറത്തു വന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളും ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അവിടുന്ന് വിടുവിച്ചു. യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മളെ ഉയർപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ മരണത്തിന് എൻ്റെയും നിങ്ങളുടെ മേലുള്ള അധികാരമില്ല. നിങ്ങളുടെ ശരീരത്തിൻ മൂലമല്ല. ശരീരം ചിലപ്പോൾ വീഴുമായിരിക്കാം, പക്ഷേ എൻ്റെയും നിങ്ങളുടെയും നീതി അത് യേശു ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നീതി വിശ്വാസത്തിലൂടെയാണ് വരുന്നത്. എൻ്റെ നീതിയല്ല,
യേശു ക്രിസ്തുവിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു മരണത്തിനും എൻ്റെ മകളിൽ അധികാരമില്ല. പക്ഷെ യേശുവിൽ നിന്നുള്ളതാണത്. അതുകൊണ്ട് മരണത്തിന് എൻ്റെ മേൽ ഒരധികാരവുമില്ല. പക്ഷെ നമ്മളുടെ കൂടെ ജീവനും സമൃദ്ധിയായ ജീവനും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരു ദാസത്വത്തിലുമല്ല നമ്മൾ. എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുന്നു, ലോകത്തിൻ്റെതായിട്ടുള്ള ക്രിസ്തു മരിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ പുതിയ ജീവിതത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവാണ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ജീവൻ ഉത്ഭവിപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാം മരണത്തിൻ്റെതായ ഉള്ളതെല്ലാം അത് ദൂരെ മാറ്റിക്കളയും. എന്നിട്ട് നമുക്ക് വായിക്കാം 14 വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു. എൻ്റെയും നിങ്ങളുടെയും മേളിലുണ്ടായിരുന്നത്, നമ്മുടെ വിരോധമായിരുന്നത് കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച്, അവൻ്റെ രക്തത്താൽ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ്. നിങ്ങൾക്കറിയാമോ, എല്ലാ കാര്യങ്ങളും നമ്മുടെ വിരോധമായി എഴുതിയിരുന്നത്, അത് എഴുതിയിരിക്കുകയാണ്, അവൻ എല്ലാത്തിനെയും മായ്ച്ചു കളഞ്ഞു. ഇവിടെ വചനത്തിൽ നമുക്ക് കണ്ടു എന്തൊക്കെ ആദമിൽ നിന്നുണ്ടായിരുന്നോ പാപത്തിലും മരണത്തിലുമായിരുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. അത് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആദം ഫലം ഭക്ഷിച്ചതിലൂടെ, ആ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം, അതുകൊണ്ട് എല്ലാ തത്വജ്ഞാനവും ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്, അത് ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതെല്ലാം ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. ഈ എല്ലാ ജീവനും ആ പഴയ മനുഷ്യൻ്റെ അതെല്ലാം ക്രൂശിൽ പോയി. നിങ്ങൾ അനുവാദം കൊടുത്തപ്പോൾ സ്കൂളിൽ പഠിക്കാൻ ഒരു കുഞ്ഞിനെ പോലെ നിങ്ങളെ തന്നെ അനുവദിക്കുക യേശു ക്രിസ്തുവിൻ്റെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി, ഒരു ബാലനെ പോലെ. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു ലോകത്തിൻ്റെ പുസ്തകത്തിൽ നിന്നല്ല പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൽ നിന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, അത് സ്വർഗീയ ജ്ഞാനമാണ്. അതിൽ നമ്മൾക്കറിയാം ആ പുനരുത്ഥാന ജീവൻ ഇപ്പോൾ അത് എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എത്ര അത്ഭുതകരമായിരിക്കും ഈ ലോകത്തിൻ്റെ ഒരു ജ്ഞാനവും നമ്മുടെ പ്രാണനിൽ വിതച്ചില്ലായിരുന്നുവെങ്കിൽ, ചെറുപ്പത്തിൽ നമുക്കിത് മാത്രമേ അറിയുള്ളായിരുന്നുവെങ്കിൽ പുനരുത്ഥാന ജീവനാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന്. പിന്നെ എങ്ങനെയായിരിക്കും അവർക്ക് ഈ ലോകത്തിലെ ജീവൻ എത്ര വ്യത്യസ്തമായിരിക്കും. അതുപോലെയായിരുന്നു യേശു. ഈ ലോകത്തവനായിരുന്നു, പക്ഷെ അവൻ അറിയാമായിരുന്നു 100% അവൻ ഈ ലോകത്തിൻ്റെതല്ല. യേശു മറ്റുള്ളവരുമായി വ്യത്യസ്തനായിരുന്നു. ആൾക്കാർ അവനെ വ്യത്യസ്തനായി കണ്ടു. അവൻ എല്ലാവരെയും വ്യത്യസ്തത ആകർഷിച്ചു കൊണ്ടിരുന്നു അവൻ്റെ അടുത്തേക്ക്. ആളുകൾ അവനെപ്പോലെ ആകാൻ ആഗ്രഹിച്ചു. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം 14 വാക്യത്തിൽ, അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇത് നമുക്ക് വീണ്ടും വായിക്കാം 15 വാക്യം. എത്ര ശക്തിയുള്ളതാണ് ഈ വചനം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നിങ്ങൾക്കറിയാമോ, എത്രയധികം വാഴ്ചകളും അധികാരങ്ങളുമുണ്ടോ, അതിനെല്ലാം ആയുധവർഗം വെപ്പിച്ചു. യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും അതിനെല്ലാം മുകളിലാണിപ്പോൾ. ഇത് വീണ്ടും നമുക്ക് വായിക്കാം 15 വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എഴുതിയിരിക്കുകയാണ്, ക്രൂശിലൂടെ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തു അവരുടെ അടിമയല്ലായിരുന്നു, അവരായിരുന്നു യേശുവിൻ്റെ അടിമ. ഞാൻ വീണ്ടും പറയാം, യേശു അതിൻ്റെ അടിമയല്ലായിരുന്നു. ആ വാഴ്ചകളും അധികാരങ്ങളും അത് യേശുവിൻ്റെ അടിമയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, തുടക്കത്തിൻ്റെ ദിവസങ്ങളിൽ ഞാൻ ബോംബെയിൽ സഭയിൽ ഞാൻ പോയി. അവിടെ ഞാൻ ഒരുപാട് ദുഷ്ട ആത്മാക്കളെ കാണുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ചിലരെന്നോട് പറഞ്ഞു, ഇവിടെയും ദുഷ്ടൻ ഉണ്ട്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ അതിലൊരു ഡ്രാഗൺ ഉണ്ടെങ്കിൽ അതിനെയും ഭൂതമെന്ന് ആൾക്കാർ പറയുമായിരുന്നു. പിന്നെ ഞാൻ വചനത്തിൽ കണ്ടു, ഞാൻ എന്തിനാണ് അതിന് ഇത്ര പ്രാധാന്യം നൽകുന്നത്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിത് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന്, എൻ്റെ അനുഭവത്തിൽ നിന്ന്. ഒരു പ്രാവശ്യം ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വാഷ്റൂമിൻ്റെ കതക് അത് ഇങ്ങനെ പകുതി അടഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള ചിന്ത വന്നു, ഭയം എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു, നീ പോയി അത് അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്ന്. പക്ഷെ ആ വിചാരം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ അതിനെ ചിന്തിച്ചില്ല, ഞാൻ ഉറങ്ങാൻ പോയി. ആ ദിവസത്തിന് ശേഷം
ആ ഭാഗം അവിടെ അവസാനിച്ചു. നിങ്ങൾക്കറിയാമോ, എൻ്റെയും നിങ്ങളുടെയും യുദ്ധം ജഡരക്തങ്ങളോടല്ല, ഇത് നമ്മുടെ മനസ്സിൽ വന്നാണ് കളിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു സാക്ഷ്യം കേട്ടു ഒരു പാസ്റ്ററെ കുറിച്ച്. അവൻ്റെ റൂമിൽ ഒരുപാട് ദുഷ്ട ആത്മാക്കളെ കാണുമായിരുന്നു, അവർ സാത്താനെ കാണുമായിരുന്നു. അദ്ദേഹം അവർക്ക് കൽപ്പന കൊടുത്തു, എവിടുന്ന് കസേര എടുത്ത് അവിടെ തിരിച്ചു വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ബൈബിളിലും നമുക്ക് വായിക്കാൻ സാധിക്കും, യേശു ഈ ലോകത്തായിരുന്നപ്പോൾ ദുഷ്ട ആത്മാക്കളായിരുന്നു യേശു ക്രിസ്തുവിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്നത്. ഞാനും നിങ്ങളും അവനാൽ ഉപദ്രവിക്കപ്പെടേണ്ടവരല്ല. ദുഷ്ടന്മാരെങ്ങനെയാണ് ഉപദ്രവിക്കപ്പെടുന്നത്? നിങ്ങൾ അതിനോട് യുദ്ധം ചെയ്യാൻ നിർത്തുമ്പോൾ, നിങ്ങൾ ആ സമാധാനത്തിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ, വളരെ അത്ഭുതകരമായ കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും ബൈബിൾ വായിക്കാൻ സാധിക്കുന്നതും. യേശു സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അവൻ പ്രവർത്തിച്ചത്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യേശു കൊടുങ്കാറ്റിലായിരുന്നപ്പോൾ എത്ര അത്ഭുതകരമായിരുന്നു അവനെ നോക്കുമ്പോൾ. ശരീരം അവൻ്റെ മുകളിൽ ജയം അളിയല്ലായിരുന്നു. യേശു സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അവൻ പ്രവർത്തിച്ചത്? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യേശു കൊടുങ്കാറ്റ് നടുവിലായിരുന്നപ്പോൾ എത്ര അത്ഭുതകരമായിരുന്നു അവനെ നോക്കുമ്പോൾ. ശരീരം അവൻ്റെ മുകളിൽ വാണിരുന്നില്ല. 4 ഭാഗത്തും കൊടുങ്കാറ്റായിരുന്നുവെങ്കിലും യേശു വിശ്രമത്തോടെ ഉറങ്ങി. ആരാണ് ആ കൊടുങ്കാറ്റിൻ്റെ ഇടയിലും സമാധാനത്തോടെ ഉറങ്ങാൻ അറിയുന്നവർ? നിങ്ങൾക്കറിയാമോ, അവന് ഉറങ്ങാൻ സാധിച്ചു. എന്തുകൊണ്ടെന്നാൽ അവനറിയാമായിരുന്നു എല്ലാ കൊടുങ്കാറ്റും അവൻ്റെ കാലിൻ്റെ കീഴിലാണ് എന്ന്. സൃഷ്ടികർത്താവിൻ്റെ മുകളിൽ ഒരു അധികാരവുമില്ല. അവിടെ യേശു കൊടുങ്കാറ്റിനെ അടക്കി. അവന് വേണ്ടിയല്ല അവൻ ചെയ്തത്. യേശുവിനറിയാമായിരുന്നു അവൻ താഴ്ന്നു പോകുകയില്ല, അവൻ വെള്ളത്തിന് മുകളിൽ നടക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് അവൻ എഴുന്നേറ്റിട്ട് അതിനെ അടക്കുന്നത്? ആ സമയത്തും അവൻ എങ്ങനെയാണ് ആ കൊടുങ്കാറ്റിനോട് പ്രവർത്തിച്ചത്? അവൻ ഒരിക്കലും അനുവാദം കൊടുത്തില്ല തന്നെത്താൻ ശരീരത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ, ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ പറയുന്നതിനനുസരിച്ചും. അതേ കാര്യമാണ് ഞാനും നിങ്ങളും ചെയ്യാൻ പഠിക്കുന്നത്. ഇതെൻ്റെ സാക്ഷ്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു. കോപം അതുകൊണ്ട് വന്നുകൊണ്ടിരുന്നു. ഞാൻ ഉറക്ക ശബ്ദത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ മാവ് കൊണ്ട് ചില തെറ്റായ കാര്യങ്ങൾ പറയണമെന്ന്. ഇത് ആദ്യമായിട്ടാണ് സംഭവിച്ചത്. ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരം നടന്നുകൊണ്ടിരുന്നു. ഞാൻ അവിടെ എൻ്റെ സമാധാനത്തെ ഞാൻ വിട്ടുകളഞ്ഞില്ല. എനിക്ക് മുഴുവൻ അറിയാമായിരുന്നു ആ സമയത്ത് ആ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ. പരിശുദ്ധാത്മാവിനെ ഉണർത്തി, ഈ സാഹചര്യങ്ങൾ വന്നത് കോപമുണ്ടാക്കുവാനാണ് നിൻ്റെ ജീവിതത്തിൽ. അത് ശ്രമിക്കുകയാണ് എൻ്റെ വായിൽ നിന്ന് തെറ്റായിട്ടുള്ളത് വരാൻ വേണ്ടി. ഞാൻ എൻ്റെ തിരിച്ചറിവിൽ നിലനിന്നു. ഞാൻ വളരെ സന്തോഷിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ആ ചിന്ത പോലും എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. എനിക്ക് കാണാൻ സാധിച്ചു ആത്മാവ് ശരീരത്തിൻ്റെ മുകളിൽ വാഴുന്നത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ അത് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ശരീരത്തിൽ വന്ന് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ദേഷ്യപ്പെടണം. പക്ഷെ ഞാൻ എന്നെ തന്നെ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് കണ്ടു. ഞാൻ അനുവാദം കൊടുത്തില്ല ശരീരത്തിന് എൻ്റെ മുകളിൽ വാഴുവാൻ വേണ്ടി. പക്ഷെ ഞാൻ എൻ്റെ ആത്മീയ മനുഷ്യനിലൂടെ ആ ശാരീരിക വ്യക്തിയുടെ മുകളിൽ വിജയം പ്രാപിച്ചു. നിങ്ങൾക്കറിയാമോ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങളെ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്തു നിന്നും ആ സമാധാനത്തിൻ്റെ സ്ഥാനത്തു നിന്നും മാറ്റുവാൻ വേണ്ടിയാണ്. വരൂ, എന്നോട് യുദ്ധം ചെയ്യൂ. പക്ഷേ എൻ്റെയും നിങ്ങളുടെ പ്രവൃത്തി ഇതാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കണം. എന്തുകൊണ്ടെന്നാൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണ് എന്നും, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശബ്ദത്തിൽ ജീവൻ്റെ ശക്തിയുണ്ട് എന്നും. എന്തുകൊണ്ടാണ് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശു ഒരിക്കലും അവൻ്റെ ചിന്തകൾക്കനുസരിച്ചല്ല, അവനെക്കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു എന്ത് പറയുന്നില്ല എന്നുള്ളതിലല്ലായിരുന്നു. യേശുവിന് അറിയാമായിരുന്നു അത് സത്യമാണ് എന്ന്. യേശു സത്യം പറയുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, അവൻ്റെ ബഹുമാനം മനുഷ്യരുടെ ഇടയിൽ അവൻ തിരഞ്ഞിരുന്നില്ല. പക്ഷെ അവൻ കാര്യം പറയുമ്പോൾ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അത് സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്കറിയാം, ഗീതവും ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചതുപോലെ എല്ലാ വാക്കുകളും നിങ്ങളുടെ വിരോധമായി എഴുന്നേൽക്കുന്നത്, നിങ്ങളുടെ പുറകിൽ അല്ല നിങ്ങളുടെ മുമ്പിൽ ആര് എന്ത് കുറ്റം പറഞ്ഞാലും ഞാനും നിങ്ങളും നിങ്ങൾക്ക് വേണ്ടിയല്ല, സ്വർഗീയ പിതാവാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി നിൽക്കുന്നത്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്രമത്തിൻ്റെ സ്ഥലം. ഞാൻ വിശ്രമത്തിൽ നിലനിൽക്കുമ്പോൾ എൻ്റെ സ്വർഗീയ പിതാവാണ് എനിക്ക് വേണ്ടി മുന്നോട്ട് പോയി യുദ്ധം ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതാണ് എൻ്റെ അവകാശം. എൻ്റെ നീതി അത് എന്നിൽ നിന്നല്ല, അതെനിക്ക് ലഭിക്കുന്നത് എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. അതാണ് എൻ്റെ അവകാശം. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തിലായിരിക്കുക. നിങ്ങളുടെ യുദ്ധത്തിൽ പിതാവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അനുവദിക്കുക. എത്രയധികം നമ്മൾ യുദ്ധത്തിൽ പഠിക്കുന്നു നിലനിൽക്കാൻ. പിതാവാണ് അവൻ്റെ നീതി മുന്നോട്ടയച്ച് നമുക്ക് വേണ്ടി വിജയത്തിൻ്റെ മാർഗം ഒരുക്കുന്നത്.
അതുകൊണ്ട് എല്ലാ ലക്ഷണങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ലക്ഷണങ്ങളുടെ പുറകെ ഓടുന്നത് ൻ്റെയും ശരിയാക്കാൻ്റെയും തുനിയാതിരിക്കുക. ഞാൻ തുടക്കത്തിൽ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരോടും ചൂടിൻ്റെ സമയത്ത് സംഭവിച്ചത് എനിക്കും സംഭവിച്ചുകൊണ്ടിരുന്നു. ഞാനിവിടെ മരുന്ന് കഴിച്ചു, ഡോക്ടർ കാണാൻ വന്നു. എന്നാലും ഞാൻ എൻ്റെ തിരിച്ചറിവ് പിടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചു പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവിടെ വചനത്തിൽ നമ്മൾ കണ്ടു, ഇതിനു മുമ്പ് എഴുതിയിരിക്കുകയാണ്, ആ എല്ലാ വാഴ്ചകളും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ടാണ് മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. 16 വാക്യം മുതൽ നമുക്ക് വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ആ പാരമ്പര്യ ആചാരങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്, അതിനനുസരിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. 17 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ശരിയായിട്ടുള്ളത് അത് ക്രിസ്തുവിൻ്റേതാണ്, യേശു ക്രിസ്തുവിലാണ്. 18 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സദ്യകളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾക്കറിയാമോ, എൻ്റെയും നിങ്ങളുടെയും ജീവൻ സ്വർഗീയപിതാവിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അത് ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്കറിയാമോ, ബോംബെയുടെ വെള്ളം വരുന്നത് BMCയിൽ നിന്നാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കും ജീവൻ ലഭിക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൻ്റെ വെള്ളം അത് അശുദ്ധമാകാം, പക്ഷേ ശരിയായിട്ടുള്ള വെള്ളം, ശുദ്ധമായ വെള്ളം, ജീവൻ നൽകുന്നത്, അത് കുടിച്ചാൽ നമുക്ക് ദാഹിക്കാതിരിക്കുന്നത്, ആ ജീവൻ്റെ ജലം നമ്മുടെ ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്, സ്വർഗീയ പിതാവിൽ നിന്നാണ് വരുന്നത്. സാമ്പത്തികമായും നമ്മുടെ ധനം ലോകത്തിൽ നിന്നല്ല ലഭിക്കുന്നത്, നമ്മുടെ സ്വർഗീയ പിതാവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഏത് സ്ഥലത്ത് നമ്മളായിരുന്നാലും ഇതാണ് നമ്മുടെ തിരിച്ചറിവ്, നമ്മൾ ധനികരാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ. നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്? ഈ ലോകത്തിൻ്റെ ആചാരങ്ങൾ, ലോകം സഞ്ചരിക്കുന്നതിന് വേണ്ടി നമ്മൾ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവും ഒരു ധനികൻ്റെ സ്ഥാനത്തല്ല അവൻ ആളുകളെ ഭക്ഷണം കഴിപ്പിച്ചത്. അവൻ കാട്ടിലും ആളുകൾക്ക് വേണ്ടി സമൃദ്ധിയായി ഭക്ഷണം കൊടുക്കുന്നവനാണ്. ആ ജീവൻ്റെ റൊട്ടി, ജീവൻ്റെ ആവശ്യം പൂർത്തിയാകുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഇപ്പോൾ അത് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യത്യാസവുമില്ല, നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ അത് പൂർത്തിയാകുന്നത് സ്വർഗത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവാണ് ആ കാര്യങ്ങൾ നമുക്ക് നൽകുന്നത്. നമുക്ക് വീണ്ടും ഈ വചനം വായിക്കാം. 19 വാക്യം, തലയാവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നമ്മുടെ ശരീരം എങ്ങനെയാണ് വളരുന്നത്? ആ റൊട്ടിയിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന റൊട്ടി കൊണ്ടാണോ? അല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവൻ വരുന്നത് സ്വർഗീയ പിതാവിൻ്റെ വചനത്തിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ്. പുനരുത്ഥാന ജീവൻ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വെച്ചിരിക്കുന്നതിലൂടെ. എന്തുകൊണ്ടെന്ന് നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്ന 20, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നു അത്രേ. അതൊക്കെയും സ്വോച്ചാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ ജ്ഞാനം അത് വ്യത്യസ്തമാണ്. അത് നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. അത് യേശു ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലാണ്.
എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവൻ അവിടെ മറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഗീതു അവൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യം നമ്മളുമായി ഷെയർ ചെയ്തു. ഈ ലോകം പറയുന്നു നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് ഭാരപ്പെടുക, പക്ഷേ ദൈവം പറയുന്നത് നിൻ്റെ കുഞ്ഞുങ്ങൾ എന്നിലൂടെ അവർ അനുസരണ പ്രാപിക്കും. അവർ എൻ്റെ കയ്യിലാണ്. നിങ്ങൾ അവരുടെ രക്ഷകനാകേണ്ട ആവശ്യമില്ല. അവർ തിരിച്ചവരുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. അവർക്ക് വേണ്ടി ഒരു വാഗ്ദത്തം പ്രവർത്തിക്കുകയാണ്. അവരങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മകൻ തന്നെത്താൻ പോയി അവരുടെ സ്കൂളിൽ കൂട്ടുകാരുമായി കാണുന്നു, ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു. ആ എല്ലാ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നു. അകത്തുനിന്ന് പുറത്തേക്ക് അവൾ ആഗ്രഹിച്ചാലും ഇത് സാധിക്കുകയില്ലായിരുന്നു. പിതാവാണ് ഇത് ചെയ്തത്. ആ ഒരു വിശ്രമത്തിൻ്റെ സ്ഥലത്ത് അവളെ തന്നെ കണ്ടു. എത്രയധികം വിശ്രമത്തിൽ നിലനിന്നോ അവളുടെ ജീവൻ അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുവാനിടയായി. നിങ്ങൾക്കറിയാമോ, ദൈവം ശക്തിയുള്ളവനാണ് എല്ലാ കാര്യങ്ങളെയും ശരിയാക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ. ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ തന്നെ താൻ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കുന്നതിനായിട്ട് നമ്മൾ അതുമായി യുദ്ധം ചെയ്യാതിരിക്കുമ്പോൾ, നമ്മൾ വിശ്രമത്തിൽ നിലനിൽക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്നു, അപ്പോൾ നിങ്ങൾ ഇരിക്കും. അപ്പോൾ നിങ്ങൾ അനുവാദം കൊടുക്കും നിങ്ങളുടെ ശത്രുക്കൾക്കും പിതാവ് നിങ്ങളുടെ പാദപിടമാക്കുവാനിടയാകും. പക്ഷെ നിങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ പാദപിടമാകുകയില്ല. പക്ഷെ നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ പാദപിടമാകും. എന്തുകൊണ്ടെന്നാൽ സത്യം ഇതാണ്, ഇനി യുദ്ധം ചെയ്യുവാനൊന്നുമില്ല. ആ യുദ്ധം ജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ജയാളിയായി പുറത്തു വന്നിരിക്കുന്നു. യേശു ലാസറിൻ്റെ കാര്യം കേട്ടപ്പോൾ അവൻ ലാസറിൻ്റെ അടുത്തേക്ക് പോകാൻ ഓടിയില്ല. അവനറിയാമായിരുന്നു അവനെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവന് സാധിക്കുമെന്ന്. അതുകൊണ്ട് അടുത്ത ദിവസം അവൻ പോയി അവൻ ഭക്ഷണം അത്താഴം കഴിച്ചു കാണും. ആളുകൾക്ക് തോന്നിക്കാണും അവൻ ലാസറിനെ ഓർത്ത് ചിന്തിക്കുന്നില്ല, ഭാരപ്പെടുന്നില്ല എന്ന് വിചാരിച്ചു കാണും. പക്ഷേ ഇതാണ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ചിന്തകൾക്ക് നിങ്ങളുടെ മുകളിൽ അനുവാദം കൊടുക്കുന്നില്ല. ആളുകളുടെ ചിന്തകൾക്കും സംസാരത്തിനും നിങ്ങളുടെ തിരിച്ചറിവിൻ്റെ മുകളിൽ നിങ്ങൾ അനുവാദം കൊടുക്കാതിരിക്കുമ്പോൾ, എന്തുകൊണ്ടെന്നാൽ അവൻ അറിഞ്ഞിരുന്നു അവൻ പുനരുത്ഥാന ജീവനും അവനാണ് എന്ന്. ഒന്നും നഷ്ടപ്പെടുകയില്ല, എല്ലാം അവൻ്റെ കാലിൻ്റെ കീഴാണെന്ന് അവൻ അറിഞ്ഞു. പിന്നെ അവൻ പോയി ലാസറിനെ ഉയർപ്പിക്കുകയാണ് ആ വിശ്രമത്തിൻ്റെ സ്ഥാനത്ത് നിലനിന്നതിലൂടെ. അതുപോലെയാണ് ഞാനും നിങ്ങളും ആ വിശ്രമത്തിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. ആളുകൾ എന്തു പറയുന്നു, അത് പോയി യുദ്ധം ചെയ്യൂ, ഇല്ല, ഞാൻ എൻ്റെ വിശ്രമത്തിന് സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതി എനിക്ക് വേണ്ടി ആ സ്ഥലത്ത് പ്രവർത്തിക്കുവാനിടയാകും. ഞാൻ അതുമായി യുദ്ധം ചെയ്യുകയില്ല. ഓൾറെഡി തോൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പഠിക്കും യേശുക്രിസ്തുവിൽ ഇരിക്കുവാൻ. സ്വർഗീയ സ്ഥാനത്ത് പിതാവാണ് ആ ശത്രുക്കളെ നമ്മുടെ പാതപിടമാക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം കൂടുതൽ വചനങ്ങൾ. അതിനുശേഷം നമ്മൾ ഇന്ന് നിർത്തിയിട്ട് ബാക്കി നമ്മൾ അടുത്ത ആഴ്ചയിൽ ഇവിടെ തുടങ്ങും. കൊലോസ്യർ 3:1 ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാനും നിങ്ങളും പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഒരു പുതിയ സൃഷ്ടി. അതുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ മരിച്ചു. അവൻ അടക്കപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ യേശു യുദ്ധം ചെയ്യുന്നില്ല, പിതാവിൻ്റെ വലത്തെ ഭാഗത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിലിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ യുദ്ധങ്ങളിലും നിങ്ങൾ ജയാളിയാകും. നിങ്ങൾ പഠിച്ചാൽ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കാൻ. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം ഓർക്കുക, ഈ പ്രശ്നം ആരുടെ അടുത്തേക്കാണ് വന്നത്? എന്തുകൊണ്ടെന്നാൽ യേശുവാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം. അത് യേശു ക്രിസ്തുവിലാണ്. ആ യേശുവാണ് ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വന്നാലും പ്രശ്നങ്ങൾ, ഭാരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ ശ്രമിച്ചാലും നിങ്ങൾ ആ സമാധാനത്തിൻ്റെ സ്ഥലത്ത് നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമോ, എല്ലാ കൊടുങ്കാറ്റും ആ ചിന്തകൾ, ഭാരങ്ങൾ നിങ്ങളെ വിട്ടിട്ട് പോകുവാനിടയാകും. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ കാര്യം സത്യമാണ്. നമ്മൾ വായിച്ച വചനങ്ങളെല്ലാം സത്യമാണ്. അതിൽ എഴുതിയിരിക്കുകയാണ് എല്ലാം നമ്മുടെ കാൽ കീഴിലാണ് എന്ന്. പിന്നെ എന്തിനാണ് അതിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്? നിങ്ങളിത് വിശ്വസിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ പോയി യുദ്ധം ചെയ്യുന്നത്. ഓൾറെഡി ജയം ലഭിച്ച യേശുക്രിസ്തുവിന്റെ ജയം ലഭിച്ച യുദ്ധത്തിൽ എൻ്റെയും നിങ്ങളുടെയും പ്രയത്നം ഏറ്റവും വലുത് എന്താണ്? നമ്മൾ ആ വിശ്രമത്തിൻ്റെ സ്ഥലത്ത് പ്രവേശിക്കുക, അവിടെ നിലനിൽക്കുക. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു മരണത്തെ രുചിച്ചു. ആ ചാട്ടവാറടി കൊണ്ടു. അതെല്ലാം എന്തിനായിരുന്നു? എൻ്റെയും നിങ്ങൾക്കും, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അവനത് സഹിച്ചത്.
എന്തിന് എന്തിനെന്നാൽ യേശുക്രിസ്തുവിൻ്റേതായിട്ടുള്ളതെല്ലാം നമ്മൾക്ക് വിശ്വാസത്തിലൂടെ ലഭിക്കാൻ വേണ്ടി ഒരു വിശ്രമത്തിന് സ്ഥലമുണ്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുന്നത്. ശാരീരികമായിട്ടുള്ള ഈ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് നിങ്ങളെ അവിടുന്ന് പുറത്തു കൊണ്ടുവരാനാണ്. പക്ഷേ നമ്മൾ അനുവാദം കൊടുക്കുകയില്ല ഒന്നിനും നിങ്ങളുടെ തിരിച്ചറിവിനെ നിങ്ങളിൽ നിന്ന് മാറ്റുവാനായിട്ട്. നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും വായിക്കാം. നമുക്ക് ഈ വചനം വീണ്ടും വായിക്കാം മുഴുവൻ. കൊലോസ്യർ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഇത് നമുക്ക് വീണ്ടും വായിക്കാം. ഇവിടെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എന്തിനെ ആണ് അന്വേഷിക്കേണ്ടത്? ആകെ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നിങ്ങൾക്കറിയാമോ, ഈ സ്ഥാനം യേശു ക്രിസ്തുവിലുള്ളത്, പിതാവിൻ്റെ വലത് ഭാഗത്തുള്ളത്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിനോട് കൂടെ വാഴുകയാണ്. ഈ സ്ഥാനമാണ് അവിടെ എല്ലാ അധികാരവും നൽകിയിരിക്കുന്നത്. ആ സ്ഥാനത്ത് നിന്ന് മാറി നിങ്ങൾ ഓടിയാൽ, നിങ്ങൾ പോയി യുദ്ധം ചെയ്താൽ നിങ്ങൾക്കൊന്നും മാറുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ഏറ്റെടുക്കുക, സമാധാനത്തിൻ്റെ സ്ഥാനം. അപ്പോൾ ആ ശക്തിയും സമാധാനവും അധികാരവും നിങ്ങളുടെ അടുത്തേക്ക് വരും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 2-ാം വാക്യത്തിൽ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമി ഉയരത്തിലുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഈ ചിന്തയാണ്, ഞാനിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്, സ്വർഗത്തിൽ നിന്നും ജനിച്ചത്, ഒരു പുതിയ ജാതി, സ്വർഗീയ ജാതി, ആ രക്തത്തിലൂടെയുള്ള സന്തതി. യേശുക്രിസ്തുവിൻ്റെ സമാധാനം എന്നിൽ വസിക്കുന്നു. ആ വചനം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് അത് ജീവനും ആത്മാവുമാണ്. എത്രയധികം നമ്മൾ ആ സ്ഥലത്ത് നിലനിൽക്കുന്നുവോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് മുന്നമേ, ആ എല്ലാ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനും എൻ്റെ ജീവിതത്തിൽ പഠിച്ചു എങ്ങനെ ആത്മീയ മനുഷ്യൻ ശാരീരിക മനുഷ്യൻ്റെ മുകളിൽ വാഴുന്നത്, അധികാരം നടത്തുന്നതും. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ 2-ാം വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൻ്റേത് വരുന്നത് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുവാനാണ്, നിങ്ങളെ ആ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാനാണ്. നമ്മൾ ബുദ്ധിമാനല്ല, മൂഢന്മാരാണ് എങ്കിൽ നമ്മൾ ആ ശബ്ദം കേട്ടിട്ട് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നമ്മൾ പോകുവാനിടയാകും. പിന്നെ നമ്മൾ ആ കൊടുങ്കാറ്റിൽ ചിലപ്പോൾ നമുക്ക് ആപത്തുണ്ടാകും. ദൈവം യുദ്ധം ചെയ്യുന്നില്ല, അവൻ വിശ്രമത്തിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ വിജയം ഇതാണ്. നമ്മുടെ യുദ്ധം നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. യേശു ക്രിസ്തുവാണ് പിതാവ് അയച്ചത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ. ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവൻ യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ആ എല്ലാ അധികാരവും ശക്തിയും നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മൾ ആ സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ, നമ്മൾ അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. നിങ്ങൾ മരിച്ചിട്ടുണ്ടോ? നമ്മൾ മരിച്ചിരിക്കുകയാണ്. നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു. പിന്നെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ജീവൻ, ഇപ്പോഴുള്ള ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇത് വീണ്ടും നമുക്ക് വായിക്കാം. ഈ വചനത്തെ ഇവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ ആത്മീയ മേഖല നമ്മളെ എങ്ങനെയാണ് നോക്കുന്നതെന്ന്? ഒരു യേശു യുദ്ധം ചെയ്യുന്നു, അവൻ്റെ യുദ്ധത്തെ, മറ്റേ യേശു അവൻ്റെ സ്ഥലത്ത് വാഴുകയാണ്. ആ പാദപീഠത്തിൽ കാല് വെച്ച് അവൻ്റെ ശത്രുക്കളുടെ എല്ലാം ഇരിക്കുകയാണ്. ഇതാണ് ആ ഏകതയെ കാണിക്കുന്നത്, ഐക്യത്തെ കാണിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ളത്. നമ്മൾ വായിച്ച നമ്മുടെ ജീവൻ, നമ്മുടെ ഇപ്പോഴുള്ള ജീവൻ യേശു ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുൻപിൽ മുട്ടുകുത്തും. എല്ലാ കാര്യങ്ങളും പുറത്തുള്ളത്, ലോകത്തിലുള്ളത്, അതൊരു വ്യാജത്തെയാണ് കാണിക്കുന്നത്. നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന്. സത്യം ഇതാണ്, നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ പരീക്ഷ. നമ്മൾ ആ സമയത്ത് സമാധാനത്തിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കണം. എത്രയധികം നമ്മൾ അങ്ങനെ ചെയ്യാൻ പഠിക്കുന്നുവോ, ആ സ്ഥലത്തിരിക്കുമ്പോൾ പിതാവാണ് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാദപീഠമാക്കുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ചയിൽ പഠിക്കും. അതിൻ്റെ അടുത്ത സൺഡേ ഈസ്റ്ററാണ്. നമ്മൾ അധികമായ വിശ്രമത്തെക്കുറിച്ചും സാത്താൻ നമ്മുടെ പാദപീഠമായതിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം. നമ്മൾ അധികമായി വിശ്രമത്തെക്കുറിച്ചും സാത്താൻ
നമ്മുടെ പാതപീഠമാകുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ എല്ലാവരെയും. നിങ്ങൾ പോയി ഒരു കസേര വാങ്ങണം, ഒരു പാതപീഠവും നിങ്ങൾക്ക് വേണ്ടി വാങ്ങണം. ഒരാഴ്ച നിങ്ങൾ കസേരയിൽ മാത്രം ഇരിക്കണം. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ആ പാദപീഠം നിങ്ങൾ ഉപയോഗിക്കണം. പിന്നെ നോക്കണം, നിങ്ങൾക്ക് ഭാരങ്ങൾ, ചിന്തകൾ വരുമ്പോൾ നിങ്ങളെ തന്നെ ആ കസേരയിലിരിക്കുന്നതായി കാണണം. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും ആത്മീയ സ്ഥാനം നമ്മുടേത് എന്താണെന്ന്. എന്തുകൊണ്ടെന്നാൽ പുത്രൻ ബുദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ആത്മീയ യാഗം അർപ്പിക്കാം? പിതാവ്, നിങ്ങൾ എന്നോട് കൂടെ പറയുക, പിതാവേ, ഞാൻ അങ്ങയുടെ രാജ്യത്ത് അങ്ങയുടെ പുത്രനാണ്, അങ്ങനെ വളരെയധികം സ്നേഹിക്കുന്നു. യേശുവെ, അങ്ങാണ് എൻ്റെ മഹാപുരോഹിതൻ, അങ്ങ് എനിക്ക് വേണ്ടി ആ യുദ്ധം ജയിച്ചു. ഈ സമയത്ത് ഞാൻ എൻ്റെ ദശാംശം അർപ്പിക്കുന്നു. എല്ലാ വളർച്ചയും ഉയർച്ചയും വെളിപ്പാടുകളുടെ പ്രാണനിൽ ഇന്ന് വചനം കേട്ടതിലൂടെ വന്നത്, അതിനെല്ലാമായി ഞാനൊരു സ്തോത്രയാഗം അർപ്പിക്കുന്നു. വരൂ, നമുക്ക് നന്ദി അർപ്പിക്കാം. And just multiply it. Father, Jesus, we give you all of this understanding, all of this life revelation that you gave to each of us here. You increased our souls. You just brought increase to our soul. We just offer it to you, Jesus. Oh, Rahadararama. Thank him for it. Thank him. Thank him for everything you heard. Oh, Rahadariyararaba. Sheklaradaradaraba. Stiriyararama. Thank you, and thank you that you're just bringing increase to that. Oh, Rahadariyararaba. Stirahadalararama. Shekrahadararaba. In Jesus' name, amen. Amen.